ബഹുമാനപ്പെട്ട ഗുരുജനങ്ങൾ, ഇന്ത്യയിലെ 146 കോടി ജനങ്ങൾക്കും ഞാൻ 80ാമത് സ്വാതന്ത്ര്യ ദിന ആശംസകൾ നേരുകയാണ്. ഒരു ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളുടെ ഗവൺമെൻറ്, ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ രാജ്യം. ആ ജനാധിപത്യ രാജ്യത്തിലെ ഏറ്റവും നന്മ നിറഞ്ഞ ജനാധിപത്യമാക്കി മാറ്റാൻ നമുക്ക് ഒരുമിച്ച് ശ്രമിക്കണം. അംബേദ്കർ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഇത് ശരിയായ രീതിയിൽ പോയാൽ ലോകത്തിലെ ഏറ്റവും നല്ല സുഗന്ധം പരത്തുന്ന പൂവായിരിക്കും നമ്മുടെ ജനാധിപത്യം. എന്നാൽ ഏറ്റവും മോശമായ രീതിയിലാണ് പോണതെങ്കിൽ ലോകത്തിലെ ഏറ്റവും മോശം ഭരണഘടനയും അല്ലെങ്കിൽ ജനാധിപത്യവും സ്വേച്ഛാധിപതിയുടെ ജനാധിപത്യ ശൈലികളിലേക്ക് പോകുമെന്ന്. ഇത് രണ്ടും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുവെന്ന് ഞെട്ടിക്കുന്ന സത്യം. അതുകൊണ്ട് തന്നെ നമ്മുടെ യുവജനങ്ങൾ ഇന്ന് സമര വേദിയിലാണ്. ഡൽഹിയിലെ അതിഗംഭീരമായ ഒരു സമരം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന കാര്യം നമുക്ക് ഏവർക്കും അറിയാം. 6 അവകാശങ്ങൾക്ക് വേണ്ടിയാണ് അവർ സമരം നടത്തുന്നത്. സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരായുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം, മതസ്വാതന്ത്ര്യം. ഈ അവകാശങ്ങൾ കോടതിയിലൂടെ നേടിയെടുക്കണം. ഈ 6 അവകാശങ്ങൾ നൽകണം എന്നുള്ളതും 7ാമത്തെ അവകാശം, സ്വത്ത് സമ്പാദിക്കാൻ ഇന്ത്യയിൽ അധികാരമില്ലായിരുന്നു, ആ അധികാരം എടുത്തു കളഞ്ഞതാണ്. എന്നാൽ അത് ഭരണഘടനാ ഭേദഗതികളിലൂടെ ചില വ്യക്തികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതിൽ നിന്ന് മാറ്റം വരുത്താൻ ഇന്ത്യൻ പാർലമെൻറ്റ്, രാജ്യസഭ, അതുപോലെ ഇന്ത്യയിലെ നിയമസഭകളും തയ്യാറാകണമെന്ന് കൂടി ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. 5ാമത്തെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, സമത്വത്തിനുള്ള അവകാശം. അതിൽ വളരെ വ്യക്തമായി പറയുന്നു, ഇന്ത്യൻ രാഷ്ട്രപതിക്കും സാധാരണക്കാരനും തുല്യമായ അവസര സമത്വം അതിവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇന്ത്യൻ പാർലമെൻറ്റ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ക്യാബിനറ്റ്, അതുപോലെ തന്നെ MP-മാർ, രാജ്യസഭാ മെമ്പർമാർ, അതുപോലെ ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രി, മന്ത്രിമാർ, അതുപോലെ തന്നെ MLA-മാർ, ഇവർക്ക് ശമ്പളവും, അതുപോലെ തന്നെ പഞ്ചായത്തി രാജ് നിയമത്തിലൂടെ കടന്നു വരുന്ന ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ചെയർപേഴ്സൺ, കോർപ്പറേഷൻ ചെയർമാൻമാർ, അതുപോലെ മെമ്പർമാർ, ഇവർക്ക് ഓണറേറിയം ആക്കി മാറ്റിയിരിക്കുന്നു. അപ്പോൾ ഒരാൾക്ക് ശമ്പളവും മറ്റൊരാൾക്ക് ഓണറേറിയം. എന്താണ് ഓണറേറിയം എന്ന് പറയുന്നത്? നിസ്വാർത്ഥമായ സേവനത്തിന്, നാടിനെ സേവിക്കുന്നതിന് വേണ്ടി അവർക്ക് കൊടുക്കുന്ന ഒരു പ്രത്യേക ഉപകാരമായി ഓണറേറിയത്തെ കാണണം. എന്നാൽ ശമ്പളം എന്ന് പറയുന്നത് അവർ ചെയ്യുന്ന ജോലിക്ക് കൂലി കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, ഈ ജനപ്രതിനിധികളെയല്ല, അതായത് MLA-മാർ, അതുപോലെ തന്നെ മന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ, അതുപോലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ക്യാബിനറ്റ്, MP-മാർ, രാജ്യസഭാ മെമ്പർമാർ, ഇവരെല്ലാം തിരഞ്ഞെടുക്കപ്പെടുന്നത് ജനങ്ങളാണ്. ഇവരെ തിരഞ്ഞെടുക്കപ്പെട്ടതുപോലെ തന്നെയാണ് പഞ്ചായത്ത് മെമ്പർമാരെയും, പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും, ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും, അതുപോലെ തന്നെ ചെയർപേഴ്സണെയും കോർപ്പറേഷൻ ചെയർമാൻമാരെയും തിരഞ്ഞെടുത്തത്. എന്നാൽ 2 പേർക്കും 2 രീതിയിൽ ഒരാൾക്ക് ഓണറേറിയം, ഒരാൾക്ക് ശമ്പളം. ഇത് മാറ്റണം. അത് സമത്വം. ഇന്ത്യൻ ഭരണഘടനയെ പറഞ്ഞിരിക്കുന്ന ഈക്വാലിറ്റി, ഇന്ത്യൻ രാഷ്ട്രപതിക്കും സാധാരണക്കാരന് തുല്യമായ അവസര സമത്വം പറയപ്പെടുമ്പോൾ ഒന്നെങ്കിൽ ഓണറേറിയമാക്കണം, ഒന്നെങ്കിൽ ശമ്പളമാക്കുന്നുള്ള നടപടികൾ സ്വീകരിക്കാൻ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കും ക്യാബിനറ്റിനും ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിലെ ഗവൺമെൻറ്റുകൾക്കും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അന്നങ്ങനെ സമത്വം നടപ്പാക്കുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. 2ാമതായി നമ്മൾ പറയപ്പെടുന്നത് സ്വാതന്ത്ര്യം നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാം, ഏത് തൊഴിലും സ്വീകരിക്കാം എന്നൊക്കെ നമ്മൾ പറഞ്ഞെങ്കിൽ പോലും അത് 2 പേർക്ക് മാത്രമായി കുറഞ്ഞു. അത് കുത്തകൾക്ക് മാത്രമായി കുറഞ്ഞു. പ്രത്യേകിച്ച് അദാനിക്കും മാത്രമായി. അംബാനിക്കും അദാനിക്കും എന്ത് വേണമെങ്കിലും ചെയ്യാം. കഴിഞ്ഞ 30 വർഷത്തിനുള്ളിൽ ബീനാക്കണ്ണൻ പറഞ്ഞത് 1970-കളിൽ അദ്ദേഹം ഒരു ചുമട്ടുതൊഴിലാളിയെ പോലെ ആയിരുന്നു എങ്കിൽ ഇന്ന് ഇന്ത്യയിലെ നമ്പർ 1 മാറി. വളരെ സന്തോഷം. അത്രമാത്രം തൊഴിൽ ചെയ്തു. എന്നാൽ ജനങ്ങളെ ചൂഷണം ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറ്റം വരുത്തുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടണമെന്നുകൂടി ഞാൻ ബഹുമാനപ്പെട്ട പാർലമെൻറ്റിനെയും നിയമസഭകളെയും അറിയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഇവിടെ എല്ലാവർക്കും തൊഴിലവസരം സൃഷ്ടിക്കുന്നതിനും ഇന്ത്യയിൽ എവിടെയും യാത്ര ചെയ്യാനും ഏത് തൊഴിൽ സ്വീകരിക്കുന്നതിനുള്ള അവസരം കുത്തകൾക്ക് മാത്രമല്ല സാധാരണക്കാരനും കൊടുക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടണം എന്നുകൂടി ഞാൻ. 3ാമത്തെ നമ്മൾ പറയപ്പെടുന്നത്, ഭൂരിപക്ഷം വരുന്ന ജനവിഭാഗങ്ങളെ ന്യൂനപക്ഷം ചൂഷണം ചെയ്താൽ അവരുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ ജപ്തി ചെയ്യുമെന്ന നിയമം ഇവിടെ ഇന്ത്യൻ ഭരണഘടനയുടെ 3ാമത്തെ വകുപ്പാണ്. ആ വകുപ്പ് അനുസരിച്ച് നോക്കപ്പെടുമ്പോൾ പെട്രോളിൻ്റെ വില 40 രൂപയാണ്. അത് GST പെടുത്തിയാൽ 50 രൂപയ്ക്ക് ജനങ്ങൾക്ക് കൊടുക്കാം.
മലേഷ്യയിലേക്ക് ഗവൺമെൻറ് അത് 40 രൂപയുടെ പെട്രോൾ 50 രൂപയ്ക്ക് സബ്സിഡി ഇനത്തിൽ അവിടുത്തെ ഗവൺമെൻറ് കൊടുക്കപ്പെടുമ്പോൾ നമ്മുടെ ഗവൺമെൻറ് ഇവിടെ 110 രൂപയ്ക്ക് കൊടുക്കുന്നത് ഏത് അടിസ്ഥാനത്തിലാണ് എന്ന് ബഹുമാനപ്പെട്ട പാർലമെൻറ്റും നിയമസഭകളും വിചാരിക്കുന്നു അന്ന്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ 540 പേരും അതുപോലെ 250 രാജ്യസഭാ മെമ്പർമാരും പിന്നെ അതാത് സ്റ്റേറ്റിലെ പിന്നെ മുഖ്യമന്ത്രിമാർ ക്യാബിനറ്റ് മന്ത്രിമാർ MLA മാർ നിങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ടത് ജനങ്ങളല്ലേ. 540 MP മാരെ തിരഞ്ഞെടുത്തത് 146 കോടി ജനങ്ങളാണ്. 146 കോടി ജനങ്ങളുടെ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നീ കാര്യങ്ങളിൽ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടി നിങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ നേരെ തിരിച്ചാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. 540 പേർക്ക് എല്ലാ കാര്യവും എല്ലാം ഫ്രീ ആയിട്ട് കിട്ടി. പക്ഷേ 146 കോടി കണക്കിന് ഇപ്പോൾ സമരം നടത്തിക്കൊണ്ടിരിക്കുക. ചെറുപ്പക്കാരൊക്കെ തെരുവിൽ തല്ലുകൊണ്ടുകൊണ്ടിരിക്കുന്നു. അവരുടെ നികുതി പണത്തിൽ നിന്ന് ശമ്പളം വാങ്ങിച്ച് അവർക്ക് വേണ്ടി നിസ്വാർത്ഥ സേവനം ചെയ്യേണ്ടതിന് പകരം അവർ തെരുവിൽ തല്ലുന്നത് നമ്മളെല്ലാം ടോയ്ലറ്റ് കണ്ണുകൊണ്ട് പോലും തല്ലുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രമാത്രം നമ്മുടെ നാട് അധപ്പതിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. മറ്റൊരു കാര്യം നമുക്ക് പറയാതിരിക്കാൻ സാധ്യമല്ല. പഞ്ചവത്സര പദ്ധതികൾക്ക് വേണ്ടി ഫണ്ട് അലോട്ട്മെൻറ്റ് ചെയ്യുമ്പോൾ അത് സെൻട്രൽ ഗവൺമെൻറ്റുകളും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളിലും 70% ജനങ്ങൾക്ക് കൊടുക്കുന്നതിനും 18% GST അടയ്ക്കുന്നതിനും 12% കോൺട്രാക്റ്റൊക്കെ കൊടുത്തുകൊണ്ട് അത് സുതാര്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം. ഇവിടെ ഹെൽമെറ്റ് ഇല്ലെങ്കിൽ പോലീസ് പിടിക്കും. തെറ്റായ ഒരു സാധാരണക്കാരൻ പോയാൽ പോലീസ് പിടിക്കും. ക്യാമറ ഇല്ലെങ്കിൽ നമ്മൾ തെറ്റിച്ചാൽ നമുക്ക് പൈസ അടയ്ക്കേണ്ടതായിട്ട് വരും. എന്നാൽ ഇവിടെ ഇതിനൊക്കെ വലിയ പാലങ്ങൾ, റോഡുകൾ, വീടുകൾ, അല്ലെങ്കിൽ സ്കൂളുകൾ, കോളേജുകൾ ഇതെല്ലാം പണിയപ്പെടുമ്പോൾ 30% മാത്രമേ ജനങ്ങൾക്ക് കിട്ടുന്നുള്ളൂ എന്ന ഞെട്ടിക്കുന്ന സത്യം. എന്ന് മാത്രമല്ല 70% കക്കുന്നവർ തന്നെ ഉദ്ഘാടനം നടത്തുന്നു എന്ന ഒരു അവസ്ഥാവിശേഷത്തിലൂടെ നമ്മുടെ നാട് പോകുമ്പോൾ അതിനൊരു മാറ്റം വരുത്താൻ നമ്മുടെ ഭരണാധികാരികൾ തയ്യാറാകണമെന്നും ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ തിരഞ്ഞെടുത്ത് ജനങ്ങളുടെ ഗവൺമെൻറ്റായി മാറുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടണം എന്നും നമ്മൾ അപേക്ഷിക്കുകയാണ്. അതാണ് മൂന്നാമതായി നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം പഞ്ചവത്സര പദ്ധതികളുടെ ഫണ്ട് അലോട്ട്മെൻറ്റിൽ എവിടെയെങ്കിലും തെറ്റ് സംഭവിച്ച് അതാത് സ്റ്റേറ്റിലെ ചീഫ് സെക്രട്ടറിമാർ, കളക്ടർമാർ, തഹസീൽദാർമാർ, വില്ലേജ് ഓഫീസർമാർ, പഞ്ചായത്ത് സെക്രട്ടറിമാർ ഇവർ ഒരുമിച്ച് ഇവർക്കെതിരെ ആര് തെറ്റ് ചെയ്താലും അത് മുഖ്യമന്ത്രിയായാലും പ്രധാനമന്ത്രിയായാലും അവർ ശിക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം. അത് സാധാരണക്കാരന് മാത്രം ശിക്ഷിക്കുന്ന നടപടികളിലേക്ക് പോകരുത് എന്ന് ഞാൻ നിങ്ങളെ അപേക്ഷിക്കുന്നു. അങ്ങനെ ജനങ്ങളെ ചൂഷണം ചെയ്തു നിന്ന് സംരക്ഷിക്കുന്നൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടണം. നാലാമതായി സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം. അതായത് വിദ്യാഭ്യാസത്തിന് മർമ്മപ്രധാന ഒരു ജനാധിപത്യ രാജ്യത്തിൽ അവൻ്റെ അവകാശങ്ങളെയും കടമകളെയും കുറിച്ച് ബോധവാനാക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം. ഓരോരുത്തരുടെയും വ്യക്തിത്വത്തിൽ ലയിച്ചിരിക്കുന്ന കഴിവുകൾ വികസിപ്പിക്കുന്നതോടൊപ്പം ഒരു നല്ല ജീവിതം നയിക്കാൻ ഇതിനെ പ്രാപ്തനാക്കുക എന്നുള്ള രണ്ടാമത്തെ ലക്ഷ്യം. സ്വന്തമായി തൊഴിൽ ചെയ്ത് ജീവിച്ചുകൊണ്ട് ലോകത്തിന് ആത്മാഭിമാനബോധമുള്ള ഏറ്റവും നല്ല മനുഷ്യനായി സമൂഹത്തിന് മാതൃകയാകുന്ന രീതിയിൽ പ്രവർത്തിക്കപ്പെടുന്നവനായിരിക്കണം മൂന്നാമത്. അങ്ങനെയുള്ള ഉത്തമ പൗരന്മാർ സൃഷ്ടിക്കപ്പെടുമ്പോൾ മാത്രമേ അതുകൊണ്ടാണ് യൂണിവേഴ്സിറ്റി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ സർവകലാശാല. അസാമാന്യ പ്രതിഭാശാലികളുടെ ഉത്കൃഷ്ട ചിന്തകളും ലോകജ്ഞാനവും ആസ്വദിക്കുന്ന വിദ്യാർത്ഥികളെ വിധേയനാക്കുന്ന ഒരു സ്ഥലമാണ് യൂണിവേഴ്സിറ്റി. ആ യൂണിവേഴ്സിറ്റികൾ ഇന്ന് ബുൾഡോസർ കൊണ്ട് അടിച്ച് നശിപ്പിക്കുന്നതിന് പോലും ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നുള്ള കാര്യവും നമ്മൾ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസവും സാംസ്കാരിക നിലവാരം ലോക നിലവാരത്തിലേക്ക് ഭാരതത്തെ എത്തിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പ്രത്യേകിച്ച് ഭാരതത്തിന് ബാധ്യതയുണ്ട്. ഭാരതത്തിൻ്റെ ആപ്തവാക്യം നമ്മളെല്ലാവരും മറക്കണം. രാഷ്ട്രീയത്തിന് അതീതമായി ഓർക്കും ഓർമ്മയിലുണ്ടാവണം. വസുദൈവ കുടുംബം ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നാണ്. വസുദൈവ കുടുംബം ലോകത്തിൻ്റെ തറവാടായ ഭാരതത്തിൽ ജനിച്ചെന്ന അവിടെ അതാണ് വസുദൈവ കുടുംബം എന്ന് പറയുമ്പോൾ അവിടെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും സിഖനും ബുദ്ധനും ജൈനനും കൈകോർത്ത് പിടിക്കുന്ന ഇന്ത്യ, കന്നഡ, കാശ്മീരി, മലയാളം, മറാഠി, തമിഴ്, തെലുങ്ക്, ഉറുദു, സിദ്ധി എന്നീ ഭാഷകൾ ഒരുമിച്ച് പാടുന്നവരുടെ ഇന്ത്യ, ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ ജനത എന്ന ആ ആപ്തവാക്യം വസുദൈവ കുടുംബം. ലോകാസമസ്ത സുഖിനോ ഭവന്തു. ലോകത്തിലെ സകല ചരാചരങ്ങൾക്കും ഐശ്വര്യമുണ്ടായാലേ ഇന്ത്യയിലെ ഒരു പൗരന് ആണ്. രാമനെ നമ്മളെല്ലാവരും ആദരിക്കുന്നു. രാമൻ പറഞ്ഞ് ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കരുതെന്ന ഭാരതീയ സംസ്കാരം ഉൾക്കൊള്ളുന്നവനായിരിക്കണം. അത് അതുകൊണ്ടാണ് രാമൻ ഇപ്രകാരം പറഞ്ഞു, പോയി വരൂ ധർമ്മദൂതരെ, ലോകമെങ്ങുമേ സൽവാർത്തയേകിട വന്നു ചേർന്നിത പുതുയുഗത്തിൻ്റെ രാമരാജ്യം സ്നേഹത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ പുതിയ സന്ദേശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് മഹാത്മജി മരിക്കപ്പെടുമ്പോൾ റാം എന്ന് പറഞ്ഞുകൊണ്ട് മരണത്തിൻ്റെ മുന്നിലേക്ക് പോകുമ്പോഴും സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള പോരാട്ടത്തിൽ അദ്ദേഹം വിജയം കൈവരിച്ചു എന്നുള്ളത് നമ്മുടെ നാടിനോടുള്ള അഭിമാനപത്രമായി കാണുവാൻ നമ്മൾ തയ്യാറാകണം. അങ്ങനെ വരുമ്പോൾ ഈ വർഗീയവാദികൾ ഒന്നുമില്ലാതെ സ്നേഹത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ ഒരു സമൂഹമായി നമുക്ക് മാറാൻ കഴിയും എന്ന് ഞാൻ നിങ്ങളെ ഓർക്കുന്നു.
അതാണ് വിദ്യാഭ്യാസം, അത് മതസ്വാതന്ത്ര്യം, മതപരമായ കാര്യങ്ങളിൽ ചേരിതിരിവ്, വിശ്വാസ പ്രമാണങ്ങളിൽ കടുപിടുത്തം. ഇവ രണ്ടിൻ്റെ ഭയങ്കര സന്തതിയായ മതഭ്രാന്തം കൂടി സുന്ദരമായ ലോകത്തെ ഏറെക്കാലമായി കൈയടക്കി വെച്ചു. അവ ലോകമുട്ടൊക്കെ അക്രമം വധിച്ചു, മനുഷ്യരക്തത്തെ പലവരും സേചനം ചെയ്ത് സംസ്കാരത്തെ നിഗ്രഹിച്ചു, ജനതകളെ പൂർണ്ണമായും നൈരാശ്യത്തിലേക്ക് തള്ളിവിടുകയും ചെയ്തു. നീ കൊണ്ട് പിശാചുക്കളില്ലായിരുന്നെങ്കിൽ നമ്മുടെ മനുഷ്യ സമുദായം എത്രയോ പുരോഗമനം. ആ മനുഷ്യ സമുദായത്തിൻ്റെ പുരോഗതിക്കായി നമ്മുടെ യുവജനങ്ങൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആ യുവജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തി ജാതി മതമില്ലാത്ത, വർഗമില്ലാത്ത, വർണ്ണം